ഹായ് സ്റ്റുഡൻസ്, നിങ്ങളുടെ CMA എക്സാം രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നിങ്ങൾക്ക് ടോക്കൺസ് അവൈലബിൾ ആണോ അല്ലെങ്കിൽ എന്നുള്ളത്. സപ്പോസ് നിങ്ങൾക്ക് ടോക്കൺസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം ഫീ കൂടുതലായിരിക്കും. ഇനി നിങ്ങൾക്ക് ടോക്കൺസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ എക്സാം ഫീ കുറവായിരിക്കും. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോക്കൺസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ എക്സാം ഫീ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് നിങ്ങൾ ഗൂഗിൾ എടുത്ത ശേഷം IMA എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ കാണുന്ന ഫസ്റ്റ് സൈറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ ലെഫ്റ്റ് സൈഡ് താഴെയുള്ള സൈൻ ഇൻ ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസർ നെയിമും അതേപോലെ നിങ്ങളുടെ പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം സൈൻ ഇൻ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ മൈ ഡാഷ്ബോർഡിൽ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ മൈ പ്രൊഫൈലിൽ മൈ ടോക്കൺസ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. മൈ ടോക്കൺസിൽ ഇവിടെ 2 ടോക്കൺസ് അവൈലബിൾ ആണല്ലേ, അതായത് ടോക്കൺ 1 ടോക്കൺ 2. അതായത് നമുക്ക് 2 പാർട്ട് എക്സാംസ് ആണുള്ളത്. അപ്പോൾ ഒരു ടോക്കൺ പാർട്ട് 1-നുള്ളതും ഒരു ടോക്കൺ പാർട്ട് 2-നുള്ളതും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് എക്സാം ആണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഇവിടെ ഞാൻ പാർട്ട് 1 ആണ് എക്സാം രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ടോക്കൺ 1 റെഡീം എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, പാർട്ട് 1 Jan-Feb രജിസ്ട്രേഷൻ എന്ന് കാണും. ഇവിടെ റെഡീം നൗ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ കണ്ടില്ലേ, ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ടോട്ടൽ വരുന്നത് $545 ആണ് വരുന്നത് പ്ലസ് GST. ആൻഡ് ഇവിടെ ഒരു ഡിസ്കൗണ്ട് എമൗണ്ട് കണ്ടില്ലേ, $109. അത് ഈ ടോക്കൺസ് അവൈലബിൾ ആയതുകൊണ്ട് മാത്രം കിട്ടുന്ന ഒരു ഡിസ്കൗണ്ട് എമൗണ്ട് ആണ്. അത് ഡിസ്കൗണ്ട് ചെയ്തിട്ട് ടോട്ടൽ എമൗണ്ട് നമുക്ക് പേ ചെയ്യേണ്ടി വരിക എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ $514 ആണ് നമുക്ക് പേ ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ എക്സാം ഫീ രജിസ്ട്രേഷൻ ആയിട്ട് വരുന്നത്. താങ്ക്